നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ചൊവ്വാഴ്ചയാണ്. ആദ്യം ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായി ഏർപ്പെടുത്തിയ താരിഫിന് കാലതാമസം വരുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. അതുകൊണ്ട് തന്നെ ഇന്നലെ ആരംഭിച്ച US മാർക്കറ്റുകൾ വലിയ നഷ്ടത്തിലായിരുന്നെങ്കിലും ക്ലോസ് ചെയ്യുമ്പോൾ കുറേയേറെ നഷ്ടം അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. കൂടാതെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഫ്യൂച്ചേഴ്സും നല്ല പോസിറ്റിവിറ്റിയിലാണുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 1 തീയതിയാണ് ട്രംപ് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായി 25%, ചൈനയ്ക്കെതിരായി 10% താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ താരിഫുകൾ പിൻവലിച്ചില്ലെങ്കിൽ മാർക്കറ്റുകൾ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഇൻഫ്ലേഷൻ ഉയരാനും സാധ്യതയുണ്ട്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 0.16% നേട്ടത്തിലും വിപ്രോ 0.27% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് 0.49% നേട്ടത്തിലും HDFC ബാങ്ക് 1.27% ഇടിവിലും ഡോക്ടർ റെഡ്ഡി 1.5% ഇടിവിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 0.35% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. എക്കണോമിക് ഡാറ്റകളിൽ ജോബ്ലെസ് ഡാറ്റയാണ് US നിന്ന് പുറത്തു വരാനുള്ളത്. ലേബർ ടേൺ ഓവർ സർവേ ഡാറ്റയും ഇന്നേ ദിവസം തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത് ജനുവരി മാസത്തെ നോൺ ഫാം പേറോൾ റിപ്പോർട്ടാണ്. യൂറോപ്യൻ വിപണി ഇന്നലെ പരിശോധിച്ചു കഴിഞ്ഞാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെയും UKക്കെതിരെയും താരിഫ് ഭീഷണി നടത്തിയതോടെ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഇടിയുകയുണ്ടായി. എന്നാൽ ഇന്നലെയും സ്പോട്ട് ഗോൾഡ് 0.8% ഉയരുകയാണ് ഉണ്ടായത്. കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില 61,640 രൂപയാണ്. കൂടാതെ ബിറ്റ്കോയിൻ 1,00,000 മുകളിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റിൽ കൊടുക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്നത് US ഇതിനോടകം ചൈനയ്ക്കെതിരെ 10% താരിഫ് ചുമത്തി കഴിഞ്ഞു. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ്, ഏതൊക്കെ സെക്ടറുകൾക്കാണ് അത് ഗുണം ചെയ്യുക എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ് നമ്മൾ എല്ലാ വ്യൂസും ആ ഗ്രൂപ്പിൽ നൽകാറുള്ളത്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോടുകൂടി വീണ്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റുകളിലും ഉണ്ടായ വലിയ ഫോളിന് കാരണം US ഏർപ്പെടുത്തിയ താരിഫ് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ചൈനയ്ക്കെതിരെ US നടത്തിയിരിക്കുന്ന ഈ 10% ഇറക്കുമതി തീരുവ ഇന്ത്യയെ എത്തരത്തിലാണ് ബാധിക്കുക എന്നാണ്. ചൈനീസ് ഇലക്ട്രോണിക്സ് US ചുമത്തിയ 10% ഇറക്കുമതി തീരുവ ഇന്ത്യയുടെ കയറ്റുമതിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇതുവഴി US കയറ്റുമതിയിൽ ഒരു വർധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഇലക്ട്രോണിക്സുകൾക്ക് US ഉയർന്ന ഡിമാൻഡ് കണ്ടേക്കാം. ഉൽപാദന വളർച്ചയിലേക്ക് നോക്കിയാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം 2024 സാമ്പത്തിക വർഷത്തിൽ $115 ബില്യൺ ആയിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ അത് $140 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡിക്സോൺ ടെക്നോളജീസ്, സിർമ SGS, ഒപ്റ്റിമസ്, ഫോക്സ്കോൺ തുടങ്ങിയ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ ക്രമാനുഗതമായ കടം കുറയ്ക്കലിനിടയിൽ അപകട സാധ്യതകളെ കുറിച്ച് ഫിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. 2031 കടം GDPയുടെ 50% കുറയ്ക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടങ്ങൾ ഉൾപ്പെടുത്തിയാൽ 2031 ആകുമ്പോഴേക്കും മൊത്തം GDPയുടെ 70% എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏതായാലും കടങ്ങൾ ഉയർന്ന നിലയിൽ തന്നെ ആണെങ്കിൽ അത് ഭാവിയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ മറ്റൊരു റേറ്റിംഗ് ഏജൻസിയായ മൂഡീസും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം HFCL നെറ്റ് പ്രോഫിറ്റിൽ 12% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 72.58 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 1012 കോടി രൂപയിലാണുള്ളത്. അടുത്തത് ഗ്ലെൻ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 205 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% ഇടിവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 1384 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 11% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 98 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്.
റവന്യൂവിൽ 38% വർധനവും കമ്പനി രേഖപ്പെടുത്തി 1271 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് പ്രീമിയർ എനർജീസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 255 കോടി രൂപയായിരുന്നു. അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 491% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. കൂടാതെ റവന്യൂവിൽ 140% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂ ആയിട്ട് വന്നിരിക്കുന്ന 1713 കോടി രൂപയാണ്. നല്ല ഒരു റിസൾട്ട് തന്നെയായിരുന്നു പ്രീമിയർ എനർജീസിൽ നിന്നും വന്നത്. അടുത്തത് കാസ്ട്രോൾ എനർജി. ഇയർ ഓൺ ഇയറിൽ 12% വർധനവ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തി. 271 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.1% വർധനവ് രേഖപ്പെടുത്തി 1354 കോടി രൂപയിലാണുള്ളത്. അടുത്തത് കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം JK ടയർ എന്ന കമ്പനി മെഷീനറി വാടക ഇനത്തിൽ ക്ലെയിം ചെയ്ത 8.06 കോടി രൂപ നികുതി ക്രെഡിറ്റുകളിൽ തിരികെ നൽകാൻ GST അതോറിറ്റി കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പിഴയും പലിശയുമായി 81 ലക്ഷം രൂപയും നൽകണം. കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി പേൾഷൈൻ ഹോം ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 100% ഇക്വിറ്റി ഓഹരികളും കമ്പനി ഏറ്റെടുത്തു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ അജ്മീറ റിയാലിറ്റി, ഏഷ്യൻ പെയിന്റ്സ്, ആസാദ് എഞ്ചിനീയറിംഗ്, ബജാജ് ഇലക്ട്രോണിക്സ്, ധനലക്ഷ്മി ബാങ്ക്, എറിസ് ലൈഫ് സയൻസ്, ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ, ഇൻഫിബീം അവന്യൂസ്, JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, വൺ മൊബിക്വിക് സിസ്റ്റംസ്, ടാറ്റ പവർ, ത്രിവേണി എഞ്ചിനീയറിംഗ്, സൈഡസ് വെൽനസ്, വേൾപൂൾ തുടങ്ങിയ കമ്പനികളുടേതാണ്. മറ്റ് എല്ലാ കമ്പനികളുടെ പേരും നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓപ്ഷൻസിൽ ഇറങ്ങി ഒത്തിരിയേറെ പേരുടെ കൈ പൊള്ളിയവരുണ്ടാവും. ഇനി പറയുന്നത് അവർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓപ്ഷന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ അറിയാതെ ആരും ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പോഴിത് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഞങ്ങളൊരു അവസരം നൽകുകയാണ്. അതും 50% ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴ്സ് ഫീ ആയിട്ട് വെറും 1000 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. തൊട്ടുമുകളിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് ഓപ്ഷന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ സെല്ല് ചെയ്ത് 3958 കോടി രൂപയ്ക്കായിരുന്നു. DIS ആവട്ടെ 2708 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലത്തെ FISന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ടെൻഷൻ കൂടി നിലനിന്ന് കൊണ്ടായിരുന്നു. ഇന്നത്തെ FIDA ആക്ടിവിറ്റി കൂടി നമ്മൾ പ്രത്യേകം വീക്ഷിക്കേണ്ടതുണ്ട്. അടുത്തതായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.52% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.48% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.74% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 2.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ 23,542 എന്ന നിലയിലാണ്. അതായത് ഏകദേശം ഒരു 100 പോയിന്റ്സ് അപ്സൈഡ് ആണ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലെ തുടക്കത്തിൽ നല്ല നേട്ടത്തിലായിരുന്ന ഓയിൽ പ്രൈസുകൾ പിന്നീട് ട്രംപ് താരിഫുകൾക്ക് പോസ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇടിയുകയുണ്ടായി. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഫ്യൂച്ചേഴ്സ് ഉള്ളത് 75.47 എന്ന നിലയിലാണ്. 0.03% ഇടിവിലാണ്. WTI 72.31 എന്ന നിലയിൽ 1.16% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഡൗൺ ആയതിനെ തുടർന്ന് ഇന്നലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലായിരുന്നു നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോണിന് മുകളിലായിട്ടാണ് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. അതായത് 23,205-നും 23,360-നും മുകളിലായിട്ട് ഇന്നലത്തെ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ 20-ഡേ EMAക്ക് മുകളിലായിട്ട് ഇന്നലെ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു. ഇനി ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റും ഇന്നലെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ ആദ്യം സാധ്യതയുള്ളത് 23,200 തന്നെയാണ്. ഈ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 23,044 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന പുട്ട് സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്കായ 23,000 കൂടി ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അപ്പ് സൈഡിലേക്ക് വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 23,630 ആണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 ആണ്. അതിനുശേഷം 23,300 സ്ട്രൈക്കും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്.
അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 23,350 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 36% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 121% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 23,300 സ്ട്രൈക്കിൽ 42% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്. 81% വർധനവാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് അവിടെ കാണുന്നത്. 23,400 സ്ട്രൈക്കിൽ 8% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 55% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. ഏതായാലും നിഫ്റ്റി മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ആ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,210 296 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലുണ്ടായ ആ ഒരു റിക്കവറി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. കൂടാതെ ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയം മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഉണ്ടായത്. കൂടാതെ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലായിരുന്നു, ഒരു ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 20-ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 20-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. 20-ഡേ EMA ഉള്ളത് 29,324 അപ്പോൾ ആ ലെവൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഡൗൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ 48,950 ഡൗൺ സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 49,650 ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000 ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നതും. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.